അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തേങ്ങാപ്പാലൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് ചിക്കൻ സ്റ്റൂ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം കുറച്ച് കോക്കനട്ട്, അതിൻ്റെ കൂടെ പട്ട, ഗ്രാമ്പൂ, ഏലക്കയും കൂടി ഇട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഉപ്പ് മാത്രം ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇടരുത് കേട്ടോ. ഇനി ബാക്കി വെജീസൊക്കെ, അതായത് ഉള്ളി, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അതും ഒന്ന് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. ഇനി എന്താ, നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസും ചിക്കനും പിന്നെ അരച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ പാലും എരിവിനനുസരിച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ തിളപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് തേങ്ങാപ്പാലൊന്നും പിരിയാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയല്ലേ. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്